എന്താണ് ആ പാവത്തിൽ അങ്ങനെ പറഞ്ഞത്? വിളിച്ചപ്പെടുത്തില്ല, എന്തായാലും വിളിച്ചപ്പെടുത്തു. ചെറിയ രീതിയിൽ അതല്ല, എന്തായാലും 2 വയസ്സ് മുതൽ ഉള്ളിൽ നിന്നല്ലോ. തന്റെ പ്രശ്നം തീർന്നില്ലേ? എന്തെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞേ, അവള് ഫോണിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ആ പാവത്തിൽ അങ്ങനെ പറഞ്ഞത്? ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് വിളിച്ചപ്പെടുത്തില്ല, എന്തായാലും വിളിച്ചപ്പെടുത്തു. ചെറിയ രീതിയിൽ നമ്മള് ശബ്ദം കേൾപ്പിച്ചു. എല്ലാം കേൾപ്പിക്കില്ലട്ടാ. കറക്റ്റ് ആണല്ലോ. എന്തായി നോർമൽ സാധനം താങ്കളിപ്പോ തെറ്റിദ്ധരിച്ചത് തെറ്റല്ലേ? തെറ്റിദ്ധരിച്ചത് മോശമായി പോയില്ലേ? തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മള് ആദ്യം വിളിക്കേണ്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞ. കാരണം എന്താ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസില് പഡിഷൻ ലിസ്റ്റിലേക്ക് എന്റെ പേരാണല്ലോ കൂടുതലും വന്നത്. പക്ഷെ ഞാൻ പോയില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചില്ല. എന്റെ യൂണിവേഴ്സിറ്റി പെട്ട് ഇവനല്ല, പാണ്ടിക്കട് കുഞ്ഞാന്, മുകേഷൻ നായർ, അങ്ങനെ ഒരുപാട് താരങ്ങളെ വിളിച്ചില്ല. ശരി, ഞാൻ ചോദിക്കുന്നത് അതല്ല. എന്തിനാണ് രേണുസുതി വിളിച്ച് കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ വിളിച്ചപ്പെടുത്തല്ലോ ആണ് ചോദിച്ചത്. പക്ഷെ വിളിച്ചപ്പെടുത്തു. ഞാൻ സമയത്ത് വിളിച്ചപ്പോ പുള്ളിയെ ഡിക്ലെയർ ആക്കി. എന്താന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞു ഫോൺ മാറിയെന്ന് പറഞ്ഞു. എന്തായാലും ഡൗട്ട് മാറില്ല, ഡൗട്ട് ക്ലിയർ ആയതില്ല. സന്തോഷമായോ? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മൈൻഡ് ആക്കാം. നമ്മള് സെറ്റില് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മള് മാന്യമായിട്ട് ഒരു അനിയനെ പോലെ അവള് ചേച്ചിയും കണ്ടിട്ടുള്ളൂ. അപ്പോ രേണു ചേച്ചിയുടെ മുന്നോട്ടുള്ള വർക്കുകളിലും നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു 5 വർക്ക് നമ്മള് ജീവൻ പണയം വെച്ച് പറഞ്ഞാൽ നമ്മള് നമ്മുടെ എഫേർട്ടിൽ നമ്മള് ഓരോ പ്രോഗ്രാമിൽ പോകുന്ന പൈസകൾ കൂട്ടി വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന 5 മൂവികളുണ്ട്. അപ്പൊ അതിന്റെ പേര് ഞാൻ പുറത്തുവിട്ടിരുന്നു. ഒരെണ്ണം അമരേന്ദ്ര ഡോക്ടർ പ്രണയത്തിലാണ്, പിന്നെ ട്രൂ ലവ് എന്താണ് സംഭവം അളിയ, പിന്നെ ശ്രീകുട്ടൻ സിനിമാക്കാരമാണ്, പിന്നെ പോലീസ് ഇൻസ്പെക്ടർ ഡേവിഡ്, പിന്നെ ശ്രീകുട്ടൻ സിനിമാ താരമാണ്. അപ്പൊ അങ്ങനെ 5 പടങ്ങൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് എല്ലാം രേണുസുതിയാണ് മെയിനായിട്ട് നായികയായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഡേറ്റ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡേറ്റ് തരാന്ന് പറഞ്ഞു. ഡേറ്റ് തരാന്ന് പറഞ്ഞല്ല, ബിഗ് ബോസ് ഇറങ്ങിയപ്പോ ബിഗ് ബോസ് താരമായല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ ഒരു മാർക്കറ്റ് എന്തായാലും ചേച്ചിക്ക് ഉണ്ട് എന്നേക്കാളും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ കത്തുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വർക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്, ആൽബം നാരായണ ചേച്ചിയുടെ അഭിനയിച്ചു കഴിഞ്ഞ വർക്ക്. അപ്പൊ അതിന് മുമ്പ് ചേച്ചി എടുക്കുമല്ലോ. കാരണം ആ വർക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു സപ്പോർട്ട് വേണമല്ലോ. ഫോൺ എടുത്തില്ലേ? അടുത്തെടുത്ത് ഹാപ്പി ആയി.